ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ഒരു 3 മാസത്തിന് മുമ്പാട്ടോ ഈ ചെടികളൊക്കെ വെച്ചത്. 3-3.5 മാസമായിട്ടുണ്ടാവുള്ളൂ. അപ്പം അതിനുള്ളിൽ ഇതെല്ലാം ചെടികളും അത്യാവശ്യം പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. രാവിലെ മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുക്കാറുള്ളൂ, മഴയൊക്കെയുള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ. കാരണം ഒരു സൈഡിൽ നിൽക്കുന്ന ചെടിക്ക് നന്നായിട്ട് വെള്ളം കിട്ടും, ഒരു സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ഷീറ്റിനടിയിലായതുകൊണ്ട് കിട്ടില്ല. അപ്പോൾ അതിന് മാത്രം നമ്മൾ ഒഴിച്ച് കൊടുക്കും. പിന്നെ ഇപ്പോൾ വെയിൽ സമയമായതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും വെച്ച് ചെടിക്ക് ഒഴിച്ച് കൊടുക്കും. ഒരുപാട് വെള്ളം ചെന്നാലും ചെടി ചീയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെയിൽ കാലം ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ നാട്ടിൽ വന്നിട്ട് ശരിക്കും 4 മാസമായതുള്ളൂ. അപ്പോൾ ഈ 3 മാസം കൊണ്ടാണ് ഇത് ചെടികളൊക്കെ ഇത്ര ആയത്. പിന്നെ ഇതിന് മുമ്പ് നമ്മൾ ഫ്ലാറ്റിൽ താമസിച്ചു വന്നപ്പം ഫ്ലാറ്റിലായിരുന്നു ചെടികളൊക്കെ വെച്ചിരുന്നത്. അപ്പം നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതിയും പിന്നെ ചട്ടിയിലായിരുന്നു കൂടുതലും നമ്മൾ വെച്ചിരുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം മണ്ണിൽ വെച്ച ചെടികളൊക്കെ തന്നെ നന്നായിട്ട് ചട്ടിയെ വെച്ച് നോക്കുമ്പോൾ കേട്ടോ നന്നായിട്ട് നമുക്ക് പൂവിടുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് പെട്ടെന്ന് വളരും. നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ വെച്ച ചെടിയിൽ അതുപോലെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ, പക്ഷെ നമുക്ക് ഇതിൽ നിന്നും വലിയ സന്തോഷമാണ് കിട്ടുന്നത്. ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ റോസകളൊക്കെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു, റോസ ചെടികളൊക്കെ. അപ്പോൾ അതും എല്ലാ റോസയിലും മുട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഒരു വളം ചേർക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ ഇത് ഈ വീഡിയോയുടെ അവസാനം പറയാം. പിന്നെ ഉള്ളത് നമ്മുടേതാ ഈ ചെടിയില്ലേ, ഈ ചെടി എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഉണ്ടായി വന്ന ചെടിയാണ്. പക്ഷെ അത് നിറച്ചും പൂവായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ പൂ കാണാൻ. ഇത് ആദ്യം ഇങ്ങനെ തന്നെ വലുതായി വന്ന് കുറച്ച് മൊട്ടുകളൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തെങ്കിലും കൊള്ളൂല്ലാത്ത ചെടിയായിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ പൂ കണ്ടപ്പോൾ എനിക്കിത് പറിച്ച് കളയാൻ തോന്നിയില്ല. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഒരുപാട് മൊട്ടിട്ടിട്ടുണ്ട് ഇതിൽ. ശ്രദ്ധിക്കില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നമ്മൾ എന്തൊക്കെ അതിനെ തളർത്താൻ നോക്കിയാലും ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നതാണ് ഈ ചെടി. നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ പലരും തളർത്താൻ ശ്രമിക്കും നമ്മുടെ ലൈഫിൽ. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, പഠിക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, നമ്മുടെ ഫാമിലി ലൈഫിലായിക്കോട്ടെ, പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇങ്ങനെ തളർത്താൻ നോക്കും. അപ്പോൾ അവിടെയൊന്നും ദൈവം നമ്മൾ തളരണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മളും വിചാരിക്കണം. അപ്പോൾ ആ ചെടി തന്നെ അവിടെ ആ ചെടിയുടെ ഒരു സ്ട്രെങ്ത് കാരണമാണ് അത് വളർന്നു വന്നത്. കാരണം ഞാനതിന് വെള്ളമൊന്നും ഒഴിക്കാറില്ല, അത് ഇത്രയും പൂക്കളൊക്കെ ഇട്ട്. അപ്പോൾ ആ ചെടിക്കുള്ളൊരു കോൺഫിഡൻ്റാണ് എനിക്ക് വളർന്നു ഉയരാൻ പറ്റുന്നത്. പിന്നെ പൂവ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇന്ന് വെള്ളമൊക്കെ ഒഴിക്കാൻ തുടങ്ങിയത്. ഇപ്പം നിറച്ചും പൂവായി. നമ്മുടെ ലൈഫിൽ നമ്മളെ ആരൊക്കെ തളർത്തിയാൻ നോക്കിയാലും നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് തളരാൻ പറ്റുള്ളൂ. ദൈവം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ